ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन। प्रेम शांति सिखा के बदला सभी का जीवन। आदि देव प्रजापिता श्री, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत,
लोचन दिव्य वाणी बोलते ध्वनियों, ब्रह्मा मुख से मधुर वाणी बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे बोलते ध्वनियों, ब्रह्मा मुख से मधुर वाणी बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे बोलते ध्वनियों, ब्रह्मा मुख से मधुर वाणी बोलते ध्वनियों, ब्रह्म से शिव बाबा पधारे। ഓം ശാന്തി. ഇന്ന് മുരളി ഡേറ്റ് 4/7/2024. മുരളിയുടെ സാരം: മധുരസന്താനങ്ങളെ, ബായി ബഹൻ കെ ബി ബാൻ സെ നിക്കൽ, ബായി ബായി സംജ്. സഹോദരൻ സഹോദരി എന്ന ഭാവത്തിൽ നിന്ന് പോലും ഒരുപടി മുകളിലേക്ക് സഹോദരൻ സഹോദരൻ എന്ന ഭാവത്തോടെ ഇടപെടൂ. അപ്പം ദൃഷ്ടി ഏറ്റവും പവിത്രമാകും. അപ്പോൾ ദൃഷ്ടി ഏറ്റവും പവിത്രമാകും. ആത്മാ സിവിളായി കഴിയുമ്പോൾ, സിവിളൈസ്ഡായി കഴിയുമ്പോൾ, ഏറ്റവും ശുദ്ധമായിട്ടുള്ള ദൃഷ്ടിയുള്ളവർ ആകുമ്പോൾ കർമാതീതമാകാൻ സാധിക്കും. ആത്മാ സിവിലൈസ്ഡ് ആകുമ്പോൾ കർമാതീതമാകാൻ സാധിക്കും. ഇന്നത്തെ ചോദ്യം: കുറവുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി രചിക്കേണ്ട യുക്തി എന്താണ്? കുറവുകൾ ഇല്ലാതാകുന്നതിന് വേണ്ടി രചിക്കേണ്ട യുക്തി എന്താണ്? എന്താണ് യുക്തി? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ബുദ്ധിക്കുള്ള എക്സസൈസാണ് ബാബ ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം: ക്യാരക്ടറിൻ്റെ രജിസ്റ്റർ സൂക്ഷിക്കും. അത് ചാർട്ട് എഴുതി പരിശോധിക്കും. ദിവസവും കണക്കുകൾ നോട്ട് ചെയ്യൂ. രജിസ്റ്റർ കാത്ത് സൂക്ഷിക്കുമ്പോൾ കുറവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. ഓരോ ദിവസവും നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കണം, റിവ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ കുഴപ്പം എന്താണ്, ഞാൻ എവിടെയാണ് പരിവർത്തനം കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാവും. അപ്പോൾ സഹജമായി തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനും സാധിക്കും. അങ്ങനെ കുറവുകളെ ഇല്ലാതാക്കി ഒരേ ഒരു ബാബ ഒഴികെ വേറെ ആരും ഓർമ്മ വരാത്ത അളവിന് ആ അവസ്ഥയിൽ എത്തിച്ചേരണം. അല്ല, നമ്മുടെ മനസ്സെവിടേക്ക് അലയണം? ചെക്ക് ചെയ്തേ. എവിടെയാണോ കുറവുള്ളത് അവിടേക്ക് അലയാറ്. അപ്പോൾ കുറവുകളില്ലാണ്ടായി കഴിയുമ്പോൾ ഒരൊറ്റ ബാബയുടെ ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. കിസി ഭി പുരാണി ചീജ് മേ
മമത്വം നാ രഹേ. പഴയ യാതൊന്നിനോടും നമുക്ക് മമത്വം ഉണ്ടാകരുത്. പഴയ യാതൊന്നിനോടും മമത്വം ഉണ്ടാവരുത്. അന്തർ കുച്ച് ഭി മാംഗനെ കി തമന്ന ന രഹേ. മമത്വം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചെങ്കിലും വാങ്ങും, അല്ല, അതിനൊരു മടി ഉണ്ടാവില്ല. ഉണ്ട്, യാതൊന്നും യാചിക്കാനായിട്ടുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവരുത്. യാചിച്ചെങ്കിലും നേടിയെടുക്കണം. അത് വളരെ താണ അവസ്ഥയിലേക്ക് എത്തി, വളരെ ചീപ്പായി. അത്രത്തോളം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആരടുത്തും ഒന്നും ചോദിച്ച് വാങ്ങണം എന്ന തോന്നൽ പോലും ഉണ്ടാവരുത്. നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് അർഹമായത് നമുക്ക് തന്നെ കിട്ടും. ചോദിക്കാതെ തന്നെ കിട്ടണം. നമ്മളതിനെ അർഹതയുള്ളവരായാൽ മതി, നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അതുകൊണ്ട് ചോദിച്ച് വാങ്ങരുത്. अच्छा, मीठे मीठे सिक्के दे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. ऐसा योगी बनना है जो शरीर में जरा भी ममत्व ना रहे. ദേഹത്തിനോട് അല്പം പോലും മമത്വം ഉണ്ടാവാത്ത അളവിന് യോഗിയാകണം. യോഗ ചെയ്യുന്തോറും നമുക്ക് ഈ ലോകത്തു നിന്നൊക്കെ നമ്മുടെ ബുദ്ധി അങ്ങ് ദൂരെ പോകും, അകലും, ഡിറ്റാച്ച്ഡ് ആവും. कोई भी चीज़ में ആസക്തി ना जाए. വികാരങ്ങൾക്ക് അല്ലെങ്കിൽ തമോ ഗുണമായിട്ടുള്ള ഒന്നിനോടും ആസക്തി ഉണ്ടാവരുത്. തമോ ഗുണമായ യാതൊന്നിനോടും ആസക്തി ഉണ്ടാവരുത്. അവസ്ഥ ഏസി ഉപരാമവും. നമ്മുടെ അവസ്ഥ അത്രത്തോളം ഉപരാമമായിരിക്കണം, ഉയർന്നതായിരിക്കണം. സദാ സന്തോഷം മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കണം. സദാ സന്തോഷം മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കണം. सेकंड पॉइंट, काल सिर पर खड़ा है, इसलिए शुभ कार्य में देरी नहीं करनी है. എല്ലാവരും ഒരുപിടി ചാരമാകാൻ വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. എപ്പോഴാണ് ഒരു മഹാഭാരത യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന് പറയാൻ സാധിക്കില്ല. എല്ലാം മനസ്സും തയ്യാറാണ്, സയൻസും തയ്യാറാണ്, എല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തലയുടെ മുകളിൽ കാലൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശുഭകാര്യത്തിന് ഇനി ഒട്ടും വൈകിക്കരുത്. എന്ത് ചെയ്യണം, ഉടനെ ചെയ്യണം. നാളെ എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. ശുഭകാര്യങ്ങൾക്ക് ഒട്ടും വൈകിക്കരുത്, നാളേക്ക് മാറ്റി വയ്ക്കരുത്. വരദാനം. ചതുർ സുജാൻ ബാപ്സെ ചതുരായി കർണയ്ക്ക് ബജായി. ഏറ്റവും ബുദ്ധിമാന്മാരുടെയൊക്കെ ബുദ്ധിമാനായിട്ടുള്ള ബാബയോട് തന്നെ സൂത്രശാലിത്തരം കാണിക്കാതെ റിയലൈസേഷൻ്റെ ശക്തി ഉപയോഗിച്ച് സർവ പാപങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ആത്മാഭവ. ബുദ്ധിമാന്മാരുടെയൊക്കെ ബുദ്ധിമാനായിട്ടുള്ള ബാബയോട് സൂത്രശാലിത്തരം കാണിക്കാതെ റിയലൈസേഷൻ്റെ ശക്തി ഉപയോഗിച്ച് സർവ പാപങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ആത്മാഭവ. ഇന്ന് റിയലൈസേഷൻ കൊണ്ട് ബാബ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമല്ല, നമ്മുടെ സ്വാഭിമാനം നമ്മൾ റിയലൈസ് ചെയ്യണം. ഞാൻ ആരാണ്? കൈ ബച്ചെ ചതുർ സുജാൻ ബാബ് സേ ബി ചതുരായി കർത്തെ ഹെ. ചില കുട്ടികൾ അതീവ ബുദ്ധിശാലിയായിട്ടുള്ള ബാബയോട് തന്നെ സൂത്രശാലിത്തരം കാണിക്കാറുണ്ട്. തൻ്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട്, തനിക്ക് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് റിയലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നിട്ടും പരിവർത്തനം ഉണ്ടാകത്തക്ക അളവിന് റിയലൈസേഷൻ പവറിനെ ഉപയോഗിക്കുന്നില്ല. കൈ ഹെ ജോ സമസ്തേ ഹെ യ ടീക്ക് നഹി ഹെ. ചില കുട്ടികൾക്കറിയാം ഇത് ശരിയല്ല എന്ന്. ലേക്കിൻ സോച്ചിത്തെ ഹെ കഹി നാം ഖരാബ് നാ ഹോ. പക്ഷേ പുറത്ത് ഷോ കാണിക്കും, പുറത്ത് സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ സമ്മതിച്ച പേരെങ്ങാനും ചീത്തയായി പോയാലോ എന്ന ഭയമാണ്. റിയലൈസ് ചെയ്യാറുണ്ട്, അറിയാം തെറ്റാണെന്ന്, എന്നാലും പേര് ചീത്തയാവരുത്. അതുകൊണ്ട് വിവേകത്തെ തന്നെ വധിക്കുകയാണ്.
യഹ് ബി പാപക്കെ ഖാത്തമേ ജമാ ഹോത്ത ഹൈ, ഇതും പാപത്തിൻ്റെ കാര്യത്തിൽ പാപത്തിൻ്റെ അക്കൗണ്ടിൽ ആഡായിക്കൊണ്ടിരിക്കും. ഇതിലെ ചതുരായിക്കോ ചോട്, അതുകൊണ്ട് സൂത്രശാലിത്തരത്തെ ത്യജിച്ച് സത്യമായിട്ടുള്ള ഹൃദയം കൊണ്ട് റിയലൈസ് ചെയ്ത് തന്നെ പരിവർത്തനപ്പെടുത്തി പാപങ്ങളിൽ നിന്ന് മുക്തമാകൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൂത്രശാലിത്തരത്തെ ത്യജിച്ച് സത്യമായിട്ടുള്ള ഹൃദയം കൊണ്ട് റിയലൈസ് ചെയ്ത് തന്നെ പരിവർത്തനപ്പെടുത്തി പാപങ്ങളിൽ നിന്ന് മുക്തമാകൂ. സ്ലോഗൻ: ജീവൻ മേ രഹത്തെ ഭിന്ന ഭിന്ന ബന്ധനവും സെ മുക്ത് രഹന. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകണം. അല്ല, ശരീരം ഒരു ബന്ധന ആവാൻ അനുവദിക്കരുത്. ബാബ എപ്പോഴും പറയുന്നുണ്ട്, ചില്ലാന നഹി ചലാന. അതിൽ അസുഖം വരുമ്പോഴേക്കും അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയല്ല, ബഹളം കൂട്ടുകയല്ല, മുഖത്തും അസുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയല്ല. പിന്നെ ചലാന, ഭിന്ന ഭിന്നമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി ഇരിക്കുന്ന അവസ്ഥയാണ് ജീവൻ മുക്തി. ദേഹം, ബന്ധുമിത്രാദികൾ, വസ്തു, വൈഭവം, സാധനങ്ങൾ, സുഖഭോഗങ്ങൾ, സുഖം, ദുഃഖം, ഇതിനൊക്കെ മുക്തം. ഒന്നിനും നമ്മളെ ഭാരിച്ചതാക്കാൻ അനുവദിക്കരുത്, മനസ്സിനെ ഭാരിച്ചതാക്കാൻ വിട്ടുകൊടുക്കരുത്. എപ്പോഴും മനസ്സ് ഡബിൾ ലൈറ്റ് ആയിരിക്കുക. അതാണ് ജീവൻ മുക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അച്ഛാ, ഇന്ന് പത്രപുഷ്പം, ഈ മാസം പത്രപുഷ്പത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ജൂലൈ മാസം മുഴുവൻ അഭ്യസിക്കാനുള്ള എന്താണ്? പരോപകാരി ഭാവനയിലൂടെ സമ്പന്നമായി, പരോപകാരി ഭാവന കൊണ്ട് സമ്പന്നമായി അപകാരം ചെയ്യുന്നവരോട് പോലും ഉപകാരം ചെയ്യണം. 10 പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കി. 11ാമത്തെ പോയിൻ്റ്, ജैसे बाप की महिमा में विशेष रहम दिल का गुण गाया जाता है. അല്ലെ, ബാബയുടെ മഹിമയിൽ വിശേഷിച്ച് ദയാസാഗരൻ എന്ന് പ്രശംസിക്കാറുണ്ട്. ഭാരതത്തിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ ബാബയുടെ മുന്നിൽ പോയിട്ട് കരുണാവാരിദേ, ദയാസാഗര, ഓ ഗോഡ് ഫാദർ, മേഴ്സിഫുൾ, മേഴ്സി ഓൺ അസ് എന്നൊക്കെ ഫോറിനേഴ്സും പറയാറുണ്ട്, ഇന്ത്യയിലും പറയാറുണ്ട്. അപ്പോൾ ആ അച്ഛൻ്റെ മക്കളായിട്ടുള്ള നമ്മളും മാസ്റ്റർ ദയാസാഗരന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അതേപോലെ ദയുള്ളവരായി മാറി എല്ലാവരുടെയും മേൽ ഉപകാരം ചെയ്യണം, എല്ലാവരുടെയും മംഗളം ചെയ്യണം. 12ാമത്തെ പോയിൻ്റ്, संगठन में दूसरे की गलती को अपनी गलती समझना. ഒരു മാലയിൽ ഒരു മണിക്ക് ഡിഫക്റ്റ് ഉണ്ടെങ്കിലും മുഴുവനും മാല ആൾക്കാർ റിജക്റ്റ് ചെയ്യും, അല്ലേ? മാലയുടെ മുഴുവനും മാലയ്ക്ക് കുഴപ്പമെന്ന് പറയും. അതേപോലെ സംഘടനയിൽ ഒരാളുടെ കുറ്റം ഒരാളുടെ കുറ്റമല്ല, മുഴുവനും ഓരോ വ്യക്തിയുടെയും കുറ്റമാണ്, മുഴുവൻ സംഘടനയുടെയാണ്, എല്ലാവരുടെയാണ് എന്ന് വിചാരിക്കരുത്. സംഘടനയിൽ ഒരാളുടെ കുറ്റം നമ്മുടെ കുറ്റമായിട്ട് നമ്മൾ എടുക്കണം. ഫുൾ സംഘടനയുടെ കുറ്റമാണല്ലോ, നമ്മുടെ കുറ്റമായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മളതിനെ ക്ഷമിക്കണം, അവരതിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള യുക്തികൾ കണ്ടെത്തണം. അങ്ങനെ സംഘടനയെ ശക്തിശാലിയാക്കണം. അതിന് പരസ്പരം വിശ്വാസം അർപ്പിക്കണം. അതിന് എല്ലാ കുറ്റങ്ങളോടും കുറവോടും കൂടി എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ആരെങ്കിലും കുറ്റം കണ്ട ഉടനെ അതെല്ലാവരും പറഞ്ഞ് പ്രസരിപ്പിക്കുകയല്ല വേണ്ടത്. ആ കുറ്റത്തോടു കൂടി എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, ഈ കുടുംബത്തിലെ അംഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിച്ചിട്ട്, അല്ല നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും വേദനയുണ്ട്, എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ശരിയാക്കാറില്ല, നേരെയാക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ ക്ഷമിച്ചിട്ട് അതിൽ നിന്ന് മുക്തമാകാനായിട്ടുള്ള യുക്തികൾ കണ്ടെത്തണം. ദേക്ക ഓർ സുന ഉസ്കോ ബിൽക്കുൾ സമാക്കർ, കണ്ടു കേട്ടു അതിനെ ഉള്ളിൽ ഒതുക്കണം, പ്രസരിപ്പിക്കരുത്. എന്നിട്ട് അതേ ആത്മദൃഷ്ടി, നമ്മുടെ ദൃഷ്ടിയിൽ മാറ്റം ഉണ്ടാവരുത്. വെറുപ്പിൻ്റെയും അല്ലെങ്കിൽ പുച്ഛത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ ഒന്നും ഭാവം ഉണ്ടാവരുത്. അത് ആത്മദൃഷ്ടി, മംഗളത്തിൻ്റെ ഭാവന, ഇവരുടെ മംഗളം ഉണ്ടാവണം എന്ന ഭാവനയിലൂടെ പരസ്പരം ദയാഭാവന കാത്തു സൂക്ഷിക്കണം, വെച്ച് പുലർത്തണം. അങ്ങനെയുള്ളവരാണ് പരോപകാരി ആത്മാവ്. 13ാമത്തെ പോയിൻ്റ്, അങ്ങേ അറ്റത്തെത്തുമ്പോൾ, അതിയുടെ സമയത്ത്, മറ്റേ ക്ലൈമാക്സ് സമയത്ത്, സൃഷ്ടിയുടെ അങ്ങേ അറ്റത്തെ സമയത്ത് അങ്ങേറ്റം അപകാരം ചെയ്യുന്ന വ്യക്തി, നമ്മൾ
ഹംസം പോലെയുള്ളത്, നമ്മുടെ കൂടുതൽ ചിലപ്പോൾ കൊക്ക് പോലെ ആയിരിക്കാം. പക്ഷെ അവരോട് വെറുപ്പുണ്ടാവരുത്, അവരോട് ഇറിറ്റേറ്റഡ് ആകാൻ പാടില്ല, വിദ്വേഷം കാത്തു സൂക്ഷിക്കരുത്, അവരോടുള്ള ബഹുമാനത്തിൽ ഒരു കുറവുണ്ടാകാൻ പാടില്ല. വിശ്വമംഗളകാരി എന്നുള്ള സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ദയാഹൃദയരായി ദയാഭാവനയോടെ കരുണയോടെ സേവയുടെ സംബന്ധം എന്ന് മനസ്സിലാക്കിയിട്ട്, ഇവിടെ സേവ ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള അവരുടെ സേവ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ സേവ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറവുള്ളവർ എൻ്റെ സംബന്ധത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റണം എന്ന് മനസ്സിലാക്കി സേവ ചെയ്യൂ. എത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള വ്യക്തിയാണോ അത്രത്തോളം തന്നെ നിങ്ങൾ അവരെ നല്ലവരാക്കിയാൽ, ക്ഷമയോടെ അവരുടെ സേവ ചെയ്ത് അവരെ പരിവർത്തനപ്പെടുത്തിയാൽ വലിയ പ്രൈസ് കിട്ടും നിങ്ങൾക്ക്. ഒത്തിരി ഹോപ്പ്ലെസ് ആയിട്ടുള്ളവരെ, എല്ലാവരും ഉപേക്ഷിച്ചവരെ നന്നാക്കിയാൽ വലിയ സമ്മാനം കിട്ടും. സമ്മാനത്തിന് അവകാശികളാകും. വളരെ പ്രശസ്തമായിട്ടുള്ള വിശ്വമംഗളകാരിയായിട്ട് മാറും. പീസ് മേക്കർ എന്ന ശാന്തി സ്ഥാപിക്കുന്നവർ എന്ന ബിരുദം എന്ന സമ്മാനം ബാബ നമുക്ക് നൽകും, ലോകവും നൽകും. 14ാമത്തെ പോയിൻറ്റ്, നമ്മൾ യോഗ അഭ്യസിക്കുന്നവരല്ല, യോഗി ജീവിതം നയിക്കുന്നവരാണ്, അല്ലേ? അതുകൊണ്ട് യോഗി ജീവിതം എന്നാണ് നമ്മുടെ ഉയർന്ന ലക്ഷ്യം. ആരംഭമാണ് യോഗ അഭ്യസിക്കുന്നവരാണ് ആരംഭത്തിൽ. അപ്പോൾ യോഗി ജീവിതം എന്ന ഉയർന്ന ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നതിനായി നിന്ദന, സ്തുതി, പ്രശംസ, അവഗണന, സ്വീകരിക്കുക, റിജക്റ്റ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക, അപമാനം, അഭിമാനം, അപകാരം, ഉപകാരം തുടങ്ങിയ എല്ലാത്തിനെയും പരിവർത്തനപ്പെടുത്തിയിട്ട് ബാബയ്ക്ക് സമ്മാനം വിജയിയാകൂ. അഷ്ടരത്നങ്ങളിൽ ഒരാളാകൂ. ഭക്തന്മാരുടെ ഇഷ്ടദേവതയാകൂ. നിങ്ങളവർക്കാണ് ഇഷ്ടദേവതയാകാൻ പറ്റുന്നത്. ഇതിനൊക്കെ ഉപരിയാവണം. എന്തു വന്നാലും ബാബയുടെ അവസ്ഥ എപ്പോഴും ഒരേപോലെയാണ്. നമ്മളങ്ങനെ ഉണ്ടാവണം. 15ാമത്തെ പോയിൻറ്റ്, നമ്മുടെ സമയത്തെ, സുഖത്തെ, പേര്, സ്ഥാനമാനങ്ങൾ, വിലയും നിലയും തുടങ്ങിയ എല്ലാ പ്രാപ്തികളെ പ്രതിയുള്ള ഇച്ഛകളെ ബലി കഴിച്ച് കിട്ടണം എന്ന ആഗ്രഹത്തെ, എനിക്ക് കിട്ടണം, എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം എന്ന പ്രതീക്ഷയെ ത്യജിച്ച് മഹാദാനിയാകൂ. അങ്ങനെയുള്ളവരാണ് പരോപകാര ഭാവന കൊണ്ട് സമ്പന്നമായവർ എന്നറിയപ്പെടുന്നത്. അപകാരികളുടെ മേൽ പോലും ഉപകാരം ചെയ്യണം എന്ന വൃത്തി, അല്ലേ? മനസ്സിലല്ല, വൃത്തിയിൽ അങ്ങനെ ഉണ്ടാവണം എന്ന വൃത്തിയുള്ളവരായി അവരുടെ മനസ്സിനെ സ്വച്ഛമാക്കാൻ സാധിക്കും. അപ്പം ഇത് സ്വയം കെ പ്രതി യാ അന്യ കെ പ്രതി വ്യർത്ഥ സങ്കല്പ ആത്താ ഹെ. തന്നെ പ്രതിയോ മറ്റുള്ളവരെ പ്രതിയോ വ്യർത്ഥ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്വച്ഛമാക്കാം. വ്യർത്ഥമുള്ളവിടെ ശുദ്ധി ഉണ്ടാവില്ലേ? വ്യർത്ഥം അഴുക്ക് തന്നെയാണ്. സ്വച്ഛമാകാൻ അനുവദിക്കില്ല. മനസ്സ് സ്വച്ഛമായിരിക്കണം, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ബുദ്ധിയായിരിക്കണം. എങ്കിലേ പരോപകാരിയാകാൻ സാധിക്കുള്ളൂ. 16ാമത്തെ പോയിൻറ്റ്, പരോപകാര ഭാവന മനസ്സിൽ കാത്തു സൂക്ഷിച്ച് എല്ലാ ആത്മാക്കളുടെയും ഗുണങ്ങൾ മാത്രം കാണും. ആരുടെയും ദൗർബല്യങ്ങളോ അവഗുണങ്ങളോ കാണണ്ട. കണ്ടിട്ടും കാണാതിരിക്കണം. എങ്ങനെ കണ്ടിട്ട് കാണാതിരിക്കുക? ശുഭഭാവന ചെയ്യണം. സഹയോഗം നൽകുക എന്ന ശ്രേഷ്ഠമായിട്ടുള്ള കാമന ആ ആത്മാവിനെയും ഗുണവാനാകാനുള്ള ശക്തികൾ ദാനം ചെയ്യൂ. ഇതാണ് പരോപകാരി ആത്മാ. 17ാമത്തെ പോയിൻറ്റ്, സ്വയം കെ സർവ്വ ഖജാനോക്കോ അന്യ ആത്മാവും പ്രതി ദാൻ ദേന. നമ്മുടെ എല്ലാ ഖജനാവും, നമ്മുടെ സമയം, പേഴ്സണൽ സമയമായിരിക്കാം, പക്ഷേ ഒരാളുടെ മംഗളത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളത് മാറ്റിവെക്കണം. അങ്ങനെ നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ ശക്തികൾ, നമ്മുടെ സർവ്വ ഖജനാവും മറ്റുള്ള ആത്മാക്കളുടെ മംഗളത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിന് പേരാണ് പരോപകാരി. അങ്ങനെയുള്ള പരോപകാരി തൻ്റെ സർവ്വ ഖജനാക്കളും കൊണ്ട് സമ്പന്നമായി ദുഃഖമില്ലാത്ത സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാണ് ഞാൻ എന്നനുഭവിക്കും. ഉൻകെ സങ്കല്പ് മേ ഭി ഗം കെ സംസ്കാർ ഇമേജ് നഹി ഹോ സക്തെ. എല്ലാവരുടെയും ഹിതം, മംഗളം, നന്മ കാംക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ
സങ്കല്പത്തിൽ പോലും ദുഃഖം വരില്ല. നിയമമാണത്. എല്ലാവരും നന്നായിരിക്കട്ടെ എന്നാലോചിക്കുന്നവർക്ക് നന്മ തന്നെ വരും, അമംഗളം ഉണ്ടാവില്ല. इसके लिए वृत्ति से भी മേപ്പൻ കാ ത്യാഗവും. അവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പോലും ഞാനെന്ന ഭാവത്തെ ത്യജിക്കണം. സ്മൃതിയിലും സദാ ബാബ, ബ്രഹ്മബാബ, ശിവബാബ മാത്രം സ്മൃതിയിലുണ്ടാകാൻ പാടുള്ളൂ. വായിലും അതേ വാക്കേ വരാൻ പാടുള്ളൂ, ബാബ 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 ബാബ. വിശ്വപതി ആയിട്ട് വിശുദ്ധ സേവ അങ്ങനെയുള്ളവർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്. 18ാമത്തെ പോയിൻറ്റ്, വിശേഷ രൂപ സെ അപ്നി മനസ്സാർത്ഥ സങ്കല്പ ശക്തി ദ്വാര, നമ്മുടെ മനസ്സിൻ്റെ ശക്തി അഥവാ സങ്കല്പങ്ങളുടെ ശക്തിയിലൂടെ, വാണിയുടെ ശക്തിയിലൂടെ, നമ്മുടെ സാമീപ്യം, നമ്മുടെ സംഘത്തിൻ്റെ നിറം ചാർത്തി ആ സംബന്ധത്തിലൂടെ സ്നേഹം, സന്തോഷം തുടങ്ങിയ അനശ്വരമായിട്ടുള്ള ഖജനാവ് അഖണ്ഡമായി ദാനം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ദാനം ചെയ്യണം. അതിന് പേരാണ് പരോപകാരം. നമ്മുടെ കോൺടാക്റ്റിൽ വരുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തി വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ സന്തോഷത്തിൻ്റെ ഖജനാവ് കൊണ്ട് നിറഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്ത് മടങ്ങാനായിട്ട്. അത്രത്തോളം അഖണ്ഡ ദാനം ചെയ്യൂ. 19ാമത്തെ പോയിൻറ്റ്, ഏത് വ്യക്തിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന പ്രതീക്ഷ നിങ്ങൾക്ക് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ആ സങ്കല്പത്തിൽ പോലും അവരിത്ര ചെയ്താൽ ഞാൻ അത്ര ചെയ്യാം, ഇത്രയെങ്കിലും അവർ ചെയ്യട്ടെ എന്ന് മനസ്സിൽ പോലും ചിന്തിക്കരുത്. അതിന് പകരം ഞാനാണ് കൊടുക്കേണ്ടത്, ഞാൻ കൊടുക്കണം. അവരുള്ളൊരു പരിവർത്തനം വരാനായിട്ട് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കണം. അവർ കുറച്ചെങ്കിലും മാറട്ടെ, എന്നാൽ ഞാൻ മാറാം എന്നല്ല. പ്രതീക്ഷിക്കുന്നവർ, യാചിക്കുന്നവർ, ഭിക്ഷ എടുക്കുന്നവരെ പോലും ഐശ്വര്യപൂർണ്ണമാക്കണം. ശാന്തി തന്നാൽ മതി പറഞ്ഞവർക്ക് ശരിക്കും നല്ല ശാന്തി കൊടുക്കണം, ഗഹനമായിട്ടുള്ള ശാന്തി അവരെ അനുഭവിപ്പിക്കണം. അപകാരികളുടെ മേലും ഉപകാരം ചെയ്യുക, പരോപകാര ഭാവന കൊണ്ട് സമ്പന്നമാകുക എന്നുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. 20ാമത്തെ പോയിൻറ്റ്, പരോപകാരി ആത്മാ अपने उपकार की शुभ भावना से, ഞാൻ ഇവരുടെ മംഗളം ചെയ്യണം എന്ന ശുഭഭാവന കൊണ്ട് സ്നേഹം, ശക്തി, മധുരമായ സംസാരം, ഉത്സാഹോന്മേഷത്തിൻ്റെ സഹയോഗം, നിരാശയിൽ അങ്ങ് തകർന്നിരിക്കുന്ന വ്യക്തിയെ ശക്തിശാലിയാക്കുക, യാചകനെ ചക്രവർത്തിയാക്കുക, അങ്ങനെയുള്ളവരാണ് പരോപകാരി ആത്മാവ്. ഒരു വ്യക്തി എത്ര തന്നെ അപകാരം ചെയ്യുന്ന വ്യക്തി വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ദൃഷ്ടിയും വൃത്തിയും സദാ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കണം അവരെ പ്രതി പോലും. इसके लिए ज्ञान में चलने के बाद जो स्वाभिमान आ जाता है उसका भी त्याग. ജ്ഞാനത്തിൽ വന്നതിന് ശേഷം മറ്റുള്ളവരെക്കാളൊക്കെ നമ്മൾ ബെറ്ററാണ്, അതുകൊണ്ട് ആ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. നെഗറ്റീവായിട്ടുള്ള സ്വാഭിമാനം അതും ത്യജിക്കണം. അത്രത്തോളം ത്യാഗവൃത്തിയും ദൃഷ്ടിയും ഉണ്ടായാൽ മാത്രമേ, സ്മൃതിയിൽ എപ്പോഴും ബാബ 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 എന്നതാണെങ്കിൽ മാത്രമേ സർവരെ പ്രതിയും ഉപകാരത്തിൻ്റെ ഭാവന ഉണ്ടാവുള്ളൂ. അവർക്കാണ് പരോപകാരിയാകാൻ കഴിയുന്നത്. 21ാമത്തെ പോയിൻറ്റ്, പരോപകാരി ആത്മ ത്രികാലദർശി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഓരോ ആത്മാവിൻ്റെയും കുറ്റങ്ങളും കുറവുകളും അവർക്കറിയാം. ഇവരിങ്ങനെയാണ് എന്നൊക്കറിയാം, കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എന്നാലും അവരുടെ കുറവുകളെ തന്നിൽ ധാരണ ചെയ്യില്ല. അല്ല, അവരങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ആ ഒരു വണ്ടി ഫാസ്റ്റായിട്ട് വരിക, നമ്മുടെ ഡ്രസ്സ് അഴുക്കാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കില്ലേ, നമ്മൾ ഒതുങ്ങി നിൽക്കില്ലേ? നമ്മൾ പറമ്പിൽ പണിയെടുക്കുകയാണ്, അടുക്കളയിൽ പണിയെടുക്കുകയാണ്, ഒരു ഏപ്പറിനിട്ടിട്ട് പണിയെടുക്കും അല്ലേ? ഡ്രസ്സ് ഒന്നിങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമ്മൾ പണിയെടുക്കും, ഡ്രസ്സ് അഴുക്കാകാതിരിക്കാൻ ശ്രദ്ധിക്കില്ലേ? അതേപോലെ കൂടെയുള്ള വ്യക്തികൾ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും അവരുടെ അഴുക്ക് നമ്മളെ അഴുക്കാകാതെ നമ്മളെ നോക്കണം, സംരക്ഷിക്കണം. അവരുടെ അഴുക്ക് ആരോടും വർണ്ണിക്കാനും പാടില്ല. നമ്മുടെ കുറ്റം ആരുടെങ്കിലും പോയി പറയുമോ നമ്മൾ? അതുപോലെ തന്നെ അവരുടെ കുറ്റം ആരോടും പറയരുത്. അവരുടെ ദൗർബല്യമാകുന്ന മുള്ളുകളെ മംഗളഭാവനയിലൂടെ സമാപ്തമാക്കണം. നമ്മൾ ആരെങ്കിലും VIP ഒക്കെ വരുമ്പോൾ റോസ് കൊടുക്കുമ്പോൾ
അയാളുടെ മുള്ളൊക്കെ അടത്തി എടുത്തിട്ടാണ് കൊടുക്കാറ് അല്ലേ, കുറച്ച് ഒരു 5-6 ഇലയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ അതിലുള്ള മുള്ളൊക്കെ നമ്മൾ അടർത്തിയെടുക്കും, മുള്ളില്ലാതെയാണ് കൊടുക്കാറ്. മറ്റുള്ളവരുടെ മുള്ളുകളെ നമ്മൾ അടർത്തി കളയാൻ നിമിത്തമാകണം. അങ്ങനെ മുള്ളിനെ പോലും പുഷ്പമാക്കി മാറ്റണം, പരിവർത്തനപ്പെടുത്തണം. അതിന് പേരാണ് പരോപകാരം. 22ാമത്തെ പോയിന്റ്, जो परोपकार की भावना से संपन्न है वह सदा संतुष्ट मणि के समान स्वयं भी संतुष्ट होगा और सर्व को भी संतुष्ट करने वाले होगा. പരോപകാര ഭാവന കൊണ്ട് സമ്പന്നമായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അവർക്ക് പ്രതീക്ഷിക്കുന്നില്ല, കൊടുക്കണം. അവർക്ക് എന്താ കൊടുക്കേണ്ടത്, ഇവർക്ക് എന്താ കൊടുക്കേണ്ടത്, ഇവർക്ക് എന്താ വേണ്ടത്, ഇവർക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ബിസി ആയതുകൊണ്ട് പ്രതീക്ഷിക്കുന്നവർക്കാണ് ദുഃഖം വരുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോഴേക്കും നല്ല സന്തോഷമാണ് നമുക്ക്. ഇല്ല, ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളവർക്ക് ചായ കൊടുക്കും, കാപ്പി കൊടുക്കും, ഇത് കഴിക്കൂ, അത് കഴിക്കൂ, ഇത് എന്തൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ സൽക്കരിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര മടിയാണ്. വേണ്ട, മതി, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ അവർ പറയും. നമ്മൾ അവരെ വീട്ടിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര അത് തരണം, ഇത് തരണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒത്തിരി സൽക്കരിക്കാൻ നോക്കും. നമ്മൾ പറയാം വേണ്ട വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, മതി മതി, ഇത്രയൊക്കെ മതി എന്ന് നമ്മൾ പറയല്ലേ. വാങ്ങാൻ എപ്പോഴും പ്രയാസം, കൊടുക്കുന്നത് എപ്പോഴും സന്തോഷം തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതിൽ നമ്മൾ ബിസി ആയാൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കും, അവർ സന്തുഷ്ടമണിയായിരിക്കും, അവർക്ക് മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റും. കമാൽ യഹേ കി ഹോപ്പ്ലെസ് മേ ഹോപ്പ് പേദാ കർ ദേന. നിരാശാഭരിതരായിട്ടുള്ളവരെ അവർക്ക് തന്നെ ഒരു പ്രതീക്ഷ വരണം, എനിക്ക് പറ്റും, എനിക്ക് കഴിയും, എല്ലാം ശരിയാകും, നേരെയാകും, ഞാൻ ജയിക്കും എന്ന ഭാവം അവരുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നവർ ചിന്തിക്കത്തക്ക അളവിന് അവരുടെ സേവനം ചെയ്യണം. ആരെ പ്രതിയാണോ എല്ലാവരെയും നിരാശ, ഇവർ നന്നാവില്ല എന്ന് കൈയൊഴിഞ്ഞത്, അങ്ങനത്തെ വ്യക്തികളെ പോലും സദാകാലത്തേക്ക് നല്ലവരാക്കി മാറ്റുക, പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുക. അവർക്ക് തന്നെ അവരെ പ്രതി ഒരു പ്രതീക്ഷ ഉണ്ടാകാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുക. നമ്മുടെ സേവനം അതിനവരെ ഹെൽപ്പ് ചെയ്യുക. അതിനേക്കാൾ വലിയൊരു പുണ്യകർമ്മം വേറെയില്ല. അതിൻ്റെ അർത്ഥം അണഞ്ഞു പോയ വിളക്ക് നമ്മൾ കൊളുത്തിയതുപോലെയാണ്. 23rd പോയിന്റ്, അതാണ് പരോപകാരം. അഗർ कोई आपके सहयोगी भाई व बहन परिवार की आत्माएं हैं, നമ്മുടെ സഹയോഗി സഹോദരനോ സഹോദരിയോ ആണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്. അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ പിടിവാശി കാരണം, ക്ഷണികമായിട്ടുള്ള പേരും പ്രശംസയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം കാരണം അവർ നമ്മളോട് എന്തെങ്കിലും അപകാരം ചെയ്യാതിരിക്കട്ടെ, ഉപദ്രവിക്കാതിരിക്കട്ടെ. ദൂസരേക്കോ മാൻ ദേക്കർക്കെ സ്വയം നിർമ്മാൻ ബന്ന. നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കുക, അവർക്ക് അതിനു വേണ്ടിയ ദാഹം, അതങ്ങ് കൊടുക്കുക. നമ്മൾ വിനയമുള്ളവരാകുക, അതാണ് പരോപകാരം. ഇത് കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം സദാകാലത്തേക്ക് എടുക്കുകയാണ്, കൊടുക്കുകയല്ല. അല്ല, കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നും, പക്ഷേ സത്യത്തിൽ ഇങ്ങനെയാണ് കൈ കിട്ടുകയാണ്. 24ാമത്തെ പോയിന്റ്, ഈ സമയം ऐसे പരോപകാരി ഗ്രൂപ്പ് ചാഹിയെ ജോ ദേനെ വാല ദാത്താ ഹോ. ഇപ്പം കൊടുക്കുന്ന ദാതാവാകുന്ന ഗ്രൂപ്പാണ് വേണ്ടത്. ഇങ്ങനെ സമ്പന്നമായിട്ടുള്ള രാജാക്കന്മാർ പ്രജകൾക്ക് എപ്പോഴും കൊടുക്കുന്നവരാണ്. എന്തെങ്കിലും ചെറിയ സ്ഥാനമായിരിക്കും അവർ പ്രജയുടെ രാജാവിൻ്റെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായിട്ട് വയ്ക്കുക. ഒരു കവിത പാടും, അപ്പോഴേക്കും കുറേ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാമം തന്നെ അവരുടെ പേരിൽ എഴുതി വയ്ക്കും, അല്ലേ. അവരുടെ ദാരിദ്ര്യമൊക്കെ മാറും. പറയല്ലേ, കുചേലൻ വൃത്തവഞ്ചിപ്പാട്ട് രചിച്ചപ്പം രാജാവ് പോകുമ്പം കുചേല വൃത്തവഞ്ചിപ്പാട്ടാണ് രാത്രിയിൽ പാടി കേൾപ്പിച്ചത് ബോട്ടിൽ, ബോർഡ് യാത്ര രസകരമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുചേലിനെ പോലെയാണ് രാമപുരത്ത് വാര്യർ മടങ്ങിയതെന്നാണ് പറയുക. രാജാവ് അത്രത്തോളം കൈ നിറയെ സമ്മാനം കൊടുത്തു എന്ന് പറയും, അല്ലേ. അങ്ങനെയാണ് കുചേലൻ ഇങ്ങനെ രജിസ്ട്രേഷൻ കണ്ടു പോകുമ്പോൾ എത്ര സമ്പന്നനായിട്ടാണ് പോയത്. അതുപോലെ നല്ല രാജാക്കന്മാരെപ്പോഴും അവർ കൊടുത്തത് ചെറുതെന്തെങ്കിലും ആയിരിക്കാം, പക്ഷേ അവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. സമ്പന്നമായിട്ടുള്ള രാജാക്കന്മാരൊരിക്കലും ഇങ്ങനെ കൈ കാണിക്കില്ല, ഇല്ല. ടാക്സൊക്കെ അവരുടെ അടുത്ത് തന്നെ എത്തും, അവർ പോയിട്ട് ആരോടും ചോദിച്ച് വാങ്ങാറില്ല, കൊടുക്കുന്നവരാണ്. അതേപോലെ നിങ്ങളും സ്വർഗത്തിലെ വിശ്വമഹാരാജാവാണ്.
അതുകൊണ്ട് ദാതാവ് എന്ന സ്വരൂപത്തിൻ്റെ പാർട്ട് ഇപ്പം തന്നെ ആരംഭിക്കണം, എന്ന റോളിപ്പോൾ അഭിനയിക്കണം. ഇപ്പോൾ തന്നെ ആ സംസ്കാരം നിങ്ങളിൽ നിറയ്ക്കൂ. 25ാമത്തെ പോയിന്റ്, किसी से कोई साल्वेशन लेकर के फिर साल्वेशन दे ऐसा संकल्प भी ना हो. അവരിങ്ങനെ ചെയ്യട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇതിനൊരു പരിഹാരം തരട്ടെ, അപ്പോൾ പിന്നെ ഞാൻ അതിന് പരിഹാരം കൊടുക്കാം എന്നല്ല. അവർ ചെയ്താൽ ഞാൻ ചെയ്യാം എന്നതല്ല. അത് ബിസിനസ്സുകാരുടെ സ്വഭാവമാണ്. നമ്മൾ വൈശ്യന്മാരല്ലല്ലോ, നമ്മൾ ദേവന്മാരല്ലേ. ദേവന്മാരുടെ സംസ്കാരം എന്താണ്? ഇസ്കോ കഹത്തെ ബെഗർ ടു പ്രിൻസ്. അങ്ങനത്തെ സങ്കല്പം പോലും ഇല്ലാത്തവരാണ് ബെഗറിൽ നിന്ന് പ്രിൻസ് ആയിട്ടുള്ളവർ. എനിക്ക് കിട്ടണം എന്ന് ഒട്ടും ആഗ്രഹിക്കാത്തവർ. ക്ഷണികമായിട്ടുള്ള ഇച്ഛകളിൽ നിന്ന് ബെഗർ. ക്ഷണികമായിട്ടുള്ള ഇച്ഛകളേ ഇല്ല, അല്ല, ആ വിഷയത്തിൽ അവർ ബെഗറാണ്. അല്പകാൽ കെ സാധനവും കോ സ്വീകാർ കർണേ കെ ബിഗർ. ക്ഷണികമായിട്ടുള്ള സാധനങ്ങൾ, പേരും പ്രശംസ ആയിക്കോട്ടെ, സ്ഥാനമാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കിട്ടണം എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല, അതിന് ഉപരിയാവണം. അങ്ങനെയുള്ളവരാണ് സമ്പന്ന മൂർത്തിയായിട്ട് എല്ലാവരിലും ഉപകാരം ചെയ്യുന്നവർ, അഥവാ പരോപകാരിയാകുന്നത്. 26ാമത്തെ പോയിൻ്റാണ്, ജോ സ്വയം കെ പ്രതി ഇച്ഛാ മാത്രം അവിദ്യ ഹെ. തൻ്റെ കാര്യങ്ങൾ, അല്ല, ഇച്ഛ എന്ന് വെച്ചാൽ എന്താണ് അറിഞ്ഞുകൂടാ. ഇച്ഛാ മാത്രം അവിദ്യ എന്നാവണം തന്നെ പ്രതി. അഖണ്ഡമായിട്ട് മറ്റുള്ളവരുടെ ഇച്ഛകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കണം. ന്യായമായിട്ടുള്ള ഇച്ഛകൾക്കൊക്കെ, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ ന്യായമായ ഇച്ഛകളൊക്കെ നടത്തി തരാറില്ലേ, അതുപോലെ മറ്റുള്ളവരുടെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു കൊടുക്കണം. അഖണ്ഡമായിട്ട് ചെയ്യണം. ഞാൻ ഇത്ര കാലം ചെയ്തു, ഇനി മതി, ഒരു പ്രയോജനമില്ല, വെറുതെയാണ് എന്ന് ചിന്തിക്കരുത്. അഖണ്ഡമായിട്ട് ചെയ്യണം. അതിന് പേരാണ് പരോപകാരം. ബാബ ബ്രഹ്മ ബാബ തൻ്റെ സമയം പോലും, എന്തെങ്കിലും സേവനം ഉണ്ടെങ്കിൽ ബാബ തൻ്റെ യോഗ ചെയ്യുന്ന സമയമായിരിക്കാം, തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ സമയമായിരിക്കാം, തൻ്റെ വിശ്രമത്തിൻ്റെ സമയമായിരിക്കാം. സേവനത്തിന് വേണ്ടി ബാബ തൻ്റെ പേഴ്സണൽ കാര്യത്തോടെ മാറ്റി വെച്ചിട്ട് സേവ, അതിനുവേണ്ടി ബാബ എപ്പോഴും തയ്യാറായിരുന്നു. സേവയ്ക്ക് വേണ്ടി കൊടുത്തു. സ്വയം നിർമാൻ ബൻ ബച്ചോങ്കോ മാൻ ദിയ. താൻ ഒട്ടും ബഹുമാനം പ്രതീക്ഷിക്കാതെ കുട്ടികളെ ആദരിച്ചു, കുട്ടികൾക്ക് ബഹുമാനം കൊടുത്തു. ആദ്യം കുട്ടികൾ, പേര് കുട്ടികളുടെ, പ്രവൃത്തി ബാബയുടെ. കുട്ടികളൊന്നും ചെയ്യേണ്ടതിന് അവർക്ക് പേര് കിട്ടുമായിരുന്നു. അപ്പം അധ്വാനത്തിനുള്ള പ്രാപ്തിക്കുള്ള അധ്വാനിച്ചതിനുള്ള പ്രാപ്തികൾ പോലും ത്യജിച്ചിട്ട് ബ്രഹ്മബാബ എപ്പോഴും കൊടുക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. നാം മേ ബി പരോപകാരി ബനെ. പേരിൻ്റെ കാര്യത്തിൽ പോലും അവർക്ക് പേരും കുട്ടികളുടെ പേരും പ്രശംസയും ബാബ അതിൽ നിന്ന് പോലും പിറകോട്ട് വരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളും ബ്രഹ്മബാബയെ അനുകരിക്കൂ. 27ാമത്തെ പോയിൻറ്റ്, ബ്രഹ്മബാപ്പിനെ ബച്ചോങ്കോ മാലിക് ബനായ. ബ്രഹ്മബാബ കുട്ടികളെ യജമാനന്മാരാക്കി, താൻ സേവകനായി. മാലിക് പൻക മാൻ ബി ദിയ. വെറുതെ നിങ്ങൾ യജമാനന്മാരാന്ന് പറയല്ല, ബാബയ്ക്ക് അറിയായിരുന്നു കുട്ടികൾ യജമാനന്മാരാണ്. അങ്ങനെയാണ് കുട്ടികളെ കണ്ടിരുന്നത്. ആ ബഹുമാനം കുട്ടികൾക്ക് കൊടുത്തിരുന്നു, ആ സ്ഥാനവും കൊടുത്തിരുന്നു, പേരും കൊടുത്തിരുന്നു. ഒരിക്കലും തൻ്റെ പേര് വരണം, മുന്നിൽ വരണം, എല്ലാവരും തന്നെ അറിയണം എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ, എപ്പോഴും മക്കളെ മുന്നിൽ വെച്ചിരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ കുട്ടികളിലും ബ്രഹ്മബാബയ്ക്ക് സമാനം പേര്, സ്ഥാനമാനങ്ങൾ, വിലയും നിലയും എല്ലാം ത്യജിച്ച് പരോപകാരം ചെയ്യണം. സ്വന്തം സുഖത്തെ പോലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ത്യജിക്കണം. ബാബ അങ്ങനെയായിരുന്നു. बच्चों की विस्मृति कारण दुख का अनुभव सो अपना दुख समझा. കുട്ടികൾ ജ്ഞാനം മറന്നിട്ട്, ശ്രീമത്ത് മറന്നിട്ട് തനിഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യും, അപ്പോൾ ദുഃഖം ഉണ്ടാവും. ബാബ അത് തൻ്റെ ദുഃഖമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവർ ചെയ്തല്ലേ, അനുഭവിക്കട്ടെ എന്ന് ബാബ വിചാരിച്ചിട്ടില്ല. ബാബയ്ക്ക് തനിക്ക് അങ്ങനത്തെ ഒരു ദുഃഖം വന്നാൽ താനെ ഒന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും?
അതുപോലെ ആ കുട്ടികളെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാനായിട്ട് ബാബ ചിന്തിക്കുമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളും ബ്രഹ്മ ബാബയെ അനുകരിച്ച് പരോപകാരത്തിൻ്റെ ഭാവന കൊണ്ട് സമ്പന്നമാകൂ. അപ്പോഴാണ് വിശ്വമംഗള കാര്യം സമാപ്തമാകുക. 28ാമത്തെ പോയിന്റ്, അപകാരി പർ ബി ഉപകാർ കർണ. അപകാരം ചെയ്യുന്നവർക്ക് പോലും നമ്മൾ അങ്ങോട്ട് ഉപകാരം ചെയ്യണം. അവരിങ്ങോട്ട് എന്ത് വേണേൽ ചെയ്തോട്ടെ. ജ്ഞാനിത്വം ആത്മാവിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണത്. നമ്മൾ സാധാരണക്കാരല്ല. ഇങ്ങോട്ടെങ്ങനെ അങ്ങോട്ട് അങ്ങനെ, അത് സാധാരണക്കാരുടെ സ്വഭാവമാണ്. ജ്ഞാനിത്വം ആത്മാവിൻ്റെ കടമ എന്താണ്? ഇങ്ങോട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും അങ്ങോട്ട് ഉപകാരം ചെയ്യണം. ജैसे बाप ने ग्लानी को भी कल्याणकारी दृष्टि से देखा. ബാബ അങ്ങനെയായിരുന്നു. നിന്ദിക്കുന്നവരെയും മംഗളം എന്ന ഭാവനയോടുകൂടി, ഇതിലും മംഗളമുണ്ട് അല്ലേ? നല്ല വലിയ പരീക്ഷയല്ലേ അത്? ഏറ്റവും വലിയ പരീക്ഷയാണ്. ആരെങ്കിലും നമ്മളെ നിന്ദിക്കുമ്പോഴും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാതിരിക്കുക, അശാന്തമാവാതിരിക്കുക. അവർ നിന്ദിച്ചാൽ അത് അവരുടെ കർമ്മമാണല്ലേ. ഞാൻ അങ്ങനെ ആണോ എന്ന് നോക്കണം. ആണെങ്കിൽ നമ്മളെ മാറ്റണം. അല്ലെങ്കിൽ പോട്ടെ, സാരില്ല. അവരുടെ കർമ്മം അവരുടെ കയ്യിൽ. എൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കുന്നത്, അവരുടെ കർമ്മഫലമല്ല. അവർക്കും റിയലൈസേഷൻ വരട്ടെ, അവർ ഇനി ആരോടും ഇങ്ങനെ കാണിക്കാതിരിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി ശുഭഭാവന ചെയ്യാം. അതാണ് ഏറ്റവും വലിയ പരീക്ഷ പാസ്സാകുക എന്ന് വെച്ചാൽ അർത്ഥം. അതുകൊണ്ട് നിന്ദന വലിയ പരീക്ഷയിൽ പാസ്സാവാനുള്ള അവസരമാണ് എന്നാ മംഗളം, അതിലും ആ മംഗളം കാണണം. അതാണ് ജ്ഞാനികളുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം. ബ്രഹ്മബാബ അങ്ങനെയായിരുന്നു. നിന്ദനെ പോലും മംഗളഭാവനയോടുകൂടി നോക്കിയിരുന്നു. അപകാരം ചെയ്യുന്നവരുടെ മേലെ പോലും ബാബ എപ്പോഴും ഉപകാരം ചെയ്യാൻ ശ്രദ്ധാലുവായിരുന്നു. ലോകത്തിലെ ആൾക്കാരും പറയാറുണ്ട്, അല്ലെ, ഭക്തന്മാരും പറയാറുണ്ട് അങ്ങനെ ചെയ്യണം, അതാണ് ശരിയെന്ന്. അപ്പോൾ ജ്ഞാനിത്വ ആത്മാക്കളായ നമ്മളുടെ കർമ്മം അങ്ങനെ അതിനേക്കാൾ ഒരുപടി മുകളിലായിരിക്കണ്ടേ. എല്ലാവരും പ്രതിയും കല്യാണ ഭാവന, മംഗളഭാവന. അമംഗളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ആരുടെ അമംഗളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അപകാരം ചെയ്യുന്നവരോട് പോലും ഉപകാരം ചെയ്യണം. അങ്ങനെയുള്ളവരാണ് വിശ്വമംഗളകാരിയാകുന്നത്. 29ാമത്തെ പോയിന്റ്, വർത്തമാൻ സമയം അനേക ആത്മാവോമേ സ്വ ഉപകാർ കർണിക്ക് ഇച്ഛാഹെ. വർത്തമാന സമയത്ത് അനേക ആത്മാക്കൾക്ക് തന്നോട് തന്നെ നന്മ ചെയ്യണം, ഞാൻ എൻ്റെ തന്നെ മിത്രമാകണം എന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നന്നാവണമെന്ന് ആശയുണ്ട്. പക്ഷേ അതിനുള്ള ശക്തിയില്ല, അതിനുള്ള ക്ഷമയില്ല. അങ്ങനെ ദുർബലരായിട്ടുള്ള ആത്മാക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് പരോപകാരി ആത്മാക്കളായി നിങ്ങൾ. ബാബയുടെ മക്കൾ അതിന് നിമിത്തമായവരാണ്. തോ ഉപകാർ സച്ചേ ദിൽ സെ ഹോത്താ ഹെ. സത്യമായിട്ടുള്ള ഹൃദയമുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. ഉള്ളു വേറെ പുറം വേറെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വിശ്വരാജ്യ അധികാരി ബന്നാ ഹെ. വിശ്വരാജ്യ അധികാരി ആവണമെങ്കിൽ, അല്ലേ, മുഴുവനും ഭൂമിയെ ഭരിക്കുന്ന ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തോ സ്വ ഉപകാരിക്ക് സാത്ത് പരോപകാരി ബനോ. തൻ്റെ മംഗളം ചെയ്യുന്നതിനൊപ്പം മറ്റുള്ളവരുടെയും മംഗളം ചെയ്യൂ. 30ാമത്തെ പോയിന്റ്, बाप दादा सदा श्रीमत देते हैं कि मन में हर आत्मा के प्रति शुभ भावना और शुभ कामना रखो. ബാബ് ദാദ കുട്ടികളെ പ്രതി സദാ ശ്രീമത്ത് തരാറുണ്ട്. എൻ്റെ അരുമ സന്താനങ്ങളെ, എല്ലാവരെ പ്രതിയും നിങ്ങൾ സദാ ശുഭഭാവന ശുഭകാമന വയ്ക്കണം. അല്ല, എപ്പോഴും ബാബ പറയാറുള്ള വാക്കാത്. എല്ലാവരെ പ്രതിയും നിങ്ങൾക്ക് ശുഭഭാവന ശുഭകാമന ഉണ്ടായിരിക്കണം. അപകാരം ചെയ്യുന്നവരുടെ പോലും ഉപകാരത്തിൻ്റെ വൃത്തി വെച്ച് പുലർത്തൂ. മനസ്സാ പോലും, വിചാരങ്ങളിൽ പോലും എല്ലാവരെ പ്രതിയും ശ്രേഷ്ഠമായിരിക്കണം. വിചാരങ്ങൾ പോലും നിസ്വാർത്ഥമായിരിക്കണം. കൊടുക്കണം എന്ന ഭാവന ഉണ്ടായിരിക്കണം. സദാ സ്വപരിവർത്തൻ, അല്ല, ഞാനാണ് പരിവർത്തനപ്പെടേണ്ടത്. അവർ മാറണം ഇവർ മാറണം എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ആരെങ്കിലുമൊക്കെ മാറാനായിട്ട്. ഞാനാണ് മാറേണ്ടത്. അഥവാ സ്വക്കെ ശ്രേഷ്ഠ കർമ്മവും ദ്വാര, തൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്ന കർമ്മമായിരിക്കണം നമ്മുടേത്. അങ്ങനെയുള്ള കുട്ടികളാണ് പരോപകാരി. 31ാമത്തെ പോയിന്റ്,
ഹർ ആത്മാക്കെ പ്രതി രഹം കി ഭാവന, ഓരോ ആത്മാവിനെ പ്രതിയും ദയാഭാവന ഉണ്ടായിരിക്കണം. സദാ സഹയോഗത്തിൻ്റെ ഭാവന ഉണ്ടായിരിക്കണം. ഹിമ്മത്ത് ബടാനേക്ക് ഭാവന ഹോ, അവർക്ക് ധൈര്യം വർദ്ധിപ്പിക്കത്തക്ക, അവർക്കും തന്നെ നന്നാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തക്ക ഭാവനയായിരിക്കണം നമ്മളുടേത്. ഹർ പരിസ്ഥിതിമേ ഹർ കാര്യമേ, പരിസ്ഥിതി എന്തു തന്നെ ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ എപ്രകാരമുള്ളത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഹർ സഹയോഗി സംഘടനമേ നിസ്വാർത്ഥപൻ ഹോ, ഏത് സംഘടനയിൽ നമ്മൾ സഹയോഗിയാണെങ്കിൽ നമുക്കവിടെ നിസ്വാർത്ഥ ഭാവം ഉണ്ടായിരിക്കണം. തബ് കഹെങ്കെ പരോപകാരി ഭാവന, അതിന് പേരാണ് പരോപകാരി ഭാവന. അല്ല, എൻ്റെ സെൻറ്ററിനോട് ഞാൻ സത്യസന്ധമായിട്ടുണ്ട്, വേറൊരു സെൻറ്ററിനോട് അങ്ങനെയല്ല എന്നല്ലേ. എല്ലാം ബാബയുടെ വീടാണല്ലോ, എല്ലാം ബാബയുടെ കുട്ടികളാണ്. ജैसे ब्रह्मा बाप ने 100 के प्रति कुछ भी स्वीकार नहीं किया, ബ്രഹ്മ ബാബ തനിക്ക് വേണ്ടി ഒന്നും തന്നെ സ്വീകരിച്ചില്ല. നാ മഹിമ സ്വീകാർക്കി, മഹിമ സ്വീകരിച്ചില്ല. നാ വസ്തു സ്വീകാർക്കി, അല്ലെ ബാബയ്ക്ക് വേണ്ടി പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുത്താൽ അറ്റാച്ച്മെൻറ്റോട് കൊടുത്ത ബാബ അത് വാങ്ങില്ലായിരുന്നു. ബാബ പറയും അത് വെച്ചേര്, യജ്ഞത്തിൽ വെച്ചേര്, ഇത് ആർക്കാണോ ആവശ്യം നോക്കിയിട്ട് ബാബ അത് അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ തന്നെ പ്രതി പേഴ്സണലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോടുകൂടി ആരെങ്കിലും കൊടുത്താൽ ബാബ അത് വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ആരെന്ത് കൊടുത്താലും യജ്ഞത്തിൽ സ്റ്റോക്കിൽ വയ്ക്കും. അതൊന്ന് ബാബയ്ക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കും കുട്ടികൾ ആവശ്യമുള്ളപ്പോൾ. അല്ലാണ്ട് തനിക്ക് വേണ്ടി ഒന്നും എടുത്തില്ല. കുച്ച് ബി സ്വീകാർ നഹിക്കിയ, ഒന്നും സ്വീകരിച്ചില്ല. നാച്ച രഹനേക്ക സ്ഥാൻ, തനിക്ക് താമസിക്കാനുള്ള സ്ഥലവും, കുട്ടികൾക്ക് വേണ്ടി നല്ല നല്ല അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള നല്ല കെട്ടിടമൊക്കെ പണിതു. ബാബ താമസിച്ചത് ആദ്യം പണിത് ആ മുള കൊണ്ടുള്ള ഒരു ചെറിയ കുടിലാണ്, അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല. അത് തന്നെ ലാസ്റ്റ് വரைക്കും ബാബ താമസിച്ചത്. ചിലപ്പം എപ്പോഴാണെങ്കിലും നമുക്ക് സെൻട്രലിൽ എത്ര ബിൽഡിംഗ് പണിതാലും മധുബനിൽ പണിതാലും സ്ഥലം തികയാതെ വരാറുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ കുറച്ച് അധികം പേര് വന്നാൽ ബാബയുടെ ആ കുടിലിൽ 10 കുട്ടികളെ താമസിപ്പിക്കുമായിരുന്നു. അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ബാബയ്ക്ക് യാതൊരു പ്രൈവസി ബാബ തനിക്ക് വേണ്ടി വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ രഹനേക്ക സ്ഥാൻ സ്വീകാർക്കിയ, താമസിക്കാനുള്ള സ്ഥലം ബാബ സ്വീകരിച്ചിട്ടില്ല. സ്ഥൂർ ഓർ സൂക്ഷം സദാ പെഹലെ ബച്ച്, സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ആദ്യം മക്കൾ എന്നതായിരുന്നു ബാബയുടെ ഭാഷ. അതിന് പേരാണ് പരോപകാരം. യഹി സമ്പന്നതാക്കി സമ്പൂർണതാക്കി നിശാനി ഹെ, ഇതാണ് സമ്പന്നതയുടെയും സമ്പൂർണതയുടെയും അടയാളം. ഇസ്മേ ഫോളോ ഫാദർ കർ സമാൻ ബനോ, അതുകൊണ്ട് ഈ വിഷയത്തിലും കുട്ടികൾ ബ്രഹ്മ ബാബയെ അനുകരിച്ചിട്ട് ബ്രഹ്മ ബാബയ്ക്ക് സമാനമാകും. ശിവബാബ ശരി പരന്താമത്തിലാണ് ഇരിക്കുന്നത്, ഇവിടെ നമ്മളെപ്പോലെ കർമ്മക്ഷേത്രത്തിലല്ല. അതുകൊണ്ട് ബാബയ്ക്ക് പറ്റും നമ്മൾ വിചാരിക്കും. പക്ഷെ ബ്രഹ്മ ബാബ നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്തിലാണ് ജീവിച്ചത്. എല്ലാ പരീക്ഷകളും ബ്രഹ്മ ബാബയ്ക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ബാബ ശിവബാബ പറഞ്ഞതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാബയ്ക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റും. തീർച്ചയായിട്ടും ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്രഹ്മ ബാബ അനുകരിച്ച് നമ്മളും പരോപകാരിയാവണം. അപ്പോൾ ഈ ജൂലൈ മാസം മുഴുവനും നമ്മളിതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപകാരം ചെയ്യുന്നവരോട് പോലും ഉപകാരം ചെയ്യണം. അതിന് ആത്മാവാകുന്ന ഖനി എല്ലാ ഗുണങ്ങളാലും ശക്തികളാലും ജ്ഞാനത്താലും നിറഞ്ഞിരിക്കണം. ശുഭഭാവന ശുഭകാമന കൊണ്ട് സമ്പന്നമായിരിക്കണം. കൊടുക്കണം എന്ന ഭാവം ഉണ്ടായിരിക്കണം. കൊടുക്കുന്നതിലാണ് കിട്ടുന്നത്, നിസ്വാർത്ഥത. അപ്പോൾ അതാണ് നമ്മൾ ഈ മാസം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓം ശാന്തി. നമുക്ക് ബാബയ്ക്ക് ഭോഗ് വയ്ക്കാം, ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഞായറാഴ്ചത്തെ മുറിയിൽ ബാബ എല്ലാവരോടും 5 സ്വരൂപത്തിൻ്റെ ഡ്രിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂറിൽ ഒരു 3 മിനിറ്റ് അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ദാദി ആ സിസ്റ്റം ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. എല്ലാവരും ശ്രദ്ധിക്കണം ചെയ്യാനായിട്ട്. കുറച്ച് ദിവസം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് തന്നെ ആ സമയമാകുമ്പോൾ ടച്ചിങ്സ് വരും, ക്ലോക്കിലേക്ക് തന്നെ കണ്ണു പോകും. അതുകൊണ്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം ഓരോ മണിക്കൂർ ഒരു 3 മിനിറ്റ് ഈ 5 സ്വരൂപത്തിൻ്റെ ഡ്രിൽ പ്രാക്ടീസ് ചെയ്യണം. ബാബ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മംഗളുണ്ടാവും.
അല്ലെ, വെറുതെ പറയില്ലല്ലോ ബാബ. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അനുസരിക്കണം. ഓം ശാന്തി. അപ്പം ബാബയ്ക്ക് ഭോഗ് വയ്ക്കാം.
सब बच्चे गाते हैं तेरी, हम सब बच्चे गाते हैं तेरी महिमा अपरंपार। उड़ जा प्यारे वतन में, नीले अंबर के उस पार, नीले अंबर के उस पार। पंछी रे उड़ जा प्यारे वतन में, नीले अंबर के उस पार, नीले अंबर के उस पार। हो नीले अंबर के उस पार, नीले अंबर के। तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं, तेरी याद में जीते हैं बाबा, तेरी याद में जीते हैं बाबा, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं। रहे याद सदा ही साथ तेरी, रहे याद सदा ही साथ तेरी। बस और न हम कुछ चाहेंगे, बस और न हम कुछ चाहेंगे, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं। जो पल बीते तेरी यादों में, जो पल बीते तेरी यादों में, वो पल अविनाशी होते हैं, वो पल अविनाशी होते हैं। हर पल को सफल बना देंगे, हर पल को सफल बना देंगे, तेरी याद कभी ना छोड़ेंगे, तेरी याद कभी ना छोड़ेंगे। तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं। यूं ही आप रहो संग संग बाबा, यूं ही आप रहो संग संग बाबा, इस दुनिया के सुख पाने क्या, इस दुनिया के सुख पाने क्या। लहराते रहे तेरी यादों में, लहराते रहे तेरी यादों में, उन यादों में खो जाएंगे, उन यादों में खो जाएंगे। तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं, तेरी याद में जीते हैं बाबा, तेरी याद में
पीते हैं बाबा, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं। रहे याद सदा ही साथ तेरी, रहे याद सदा ही साथ तेरी। बस और न हम कुछ चाहेंगे, बस और न हम कुछ चाहेंगे, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते हैं, तेरी याद का अमृत पीते